പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർക്കറ്റ്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു. കോൺടാക്ട് 6238551902 9496348212. കാശി പുണ്യതീർത്ഥത്താൽ സ്നാനം ചെയ്യുന്ന കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ദ്രവ്യ കലശാഭിഷേകവും മെയ് 28 ബുധനാഴ്ച ആഘോഷിക്കും. നൂറ്റാണ്ടുകളുടെ പഴക്കവും മുനിവര്യന്മാരുടെ വാസസ്ഥാനവും യാഗഭൂമിയുമായിരുന്ന സ്ഥലമാണ് കോടശ്ശേരി മല. യോഗീശ്വരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ യാഗത്തിൽ അവസാനം ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയെന്നാണ് കോടേശ്വരി മല എന്നാണ് ഐതിഹ്യം. വർഷത്തിൽ എല്ലാ ദിവസവും മലയിൽ നിന്നൊഴുകി വരുന്ന തീർത്ഥം കാശി തീർത്ഥമായി കണക്കാക്കപ്പെടുന്നു. ശിവപാർവതിമാർ ഒറ്റപീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രം. 11 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലംകാട്ട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് 28-ാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചെയർമാൻ അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ V അനന്തകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ്. 18 മുതൽ 28 കൂടിയ ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 11 ദിവസത്തെ ചടങ്ങാണ്. 18-ാം തീയതി ആരംഭിച്ചു. ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ തിരുമേനിയാണ് തന്ത്രി. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപുരാതനമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദൈവ സങ്കല്പമുള്ള ക്ഷേത്രമാണ് കോടശ്ശേരി മലയിലുള്ളത്. ഇപ്പോൾ 21 വർഷമായി ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയിട്ട് ഇപ്പോൾ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടൊപ്പം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പം എല്ലാ ഭക്തജനങ്ങളും 28-ന് നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിന ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അന്ന് ഗിരിപ്രദക്ഷിണം, അത് പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ. കോടശ്ശേരി മല ചുറ്റി പ്രാർത്ഥനയോടുകൂടി ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു വലിയ ആൾക്കൂട്ടമായി നടന്ന് ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പിരിയുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഭക്തജനങ്ങളെയും ഈ ചടങ്ങുകളിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. VCV ന്യൂസ്, മുണ്ടത്തിക്കോട്. You are watching VCV News.